നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കവേ താൻ പേരുകേട്ട പിണക്കക്കാരനാണെന്ന് പ്രതികരിച്ച് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി. ഞാൻ പേരുകേട്ട വെറുക്കപ്പെടേണ്ട ഒരു പിണക്കക്കാരനാണ്. അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ഞാൻ നന്നായി പിണങ്ങും, ചുമ്മാ പിണങ്ങും. ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാകത്തില്ല. ഉണ്ണാതെയൊക്കെ എത്ര ദിവസം സെറ്റിലിരുന്നിട്ടുണ്ട്. ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി 11 മണി വരെ ഇരുന്നിട്ടുണ്ട്. പൈതൃകത്തിന്റെ സെറ്റിൽ കാരണം എന്താ, ഊണിന്റെ കൂടെ പഴം വെച്ചില്ല. ഞാനല്ല കേട്ടോ, എന്റെ മേൽ ചാർത്താതെ ജയറാമാണ് വന്ന് പറഞ്ഞത്. വേണമെങ്കിൽ പരസ്യ വിചാരണയ്ക്ക് ഞാൻ തയ്യാറാണ്, ജയറാം പറഞ്ഞു. മണിയമ്പിള്ള രാജുവും കൂട്ടുപിടിച്ചു. പഴം തന്നില്ല. പഴം ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങ് കൊണ്ടുവന്നാൽ മതിയെന്ന് പ്രൊഡക്ഷൻ പോയി പറഞ്ഞു. ഞാൻ അപ്പോൾ ചോറിട്ടിട്ട് പറഞ്ഞു, എന്നാ ഇനി പഴം വന്നിട്ട് മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. എല്ലാവരും എന്റെ കൂടെ എണീറ്റു. അന്ന് സമരം പ്രഖ്യാപിച്ചു. ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞു. കാരണം വൈകുന്നേരം വരെ പഴം വന്നില്ല. അപ്പോൾ ആ നിർമ്മാതാവിന്റെ നിഷേധം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്മാർ ഇനി കുറച്ചു ദിവസം ചോറ് ഉണ്ണേണ്ട, ലാഭം എനിക്കാണെന്ന് വിചാരിച്ച നിർമ്മാതാവ് ഉണ്ട് എന്ന് തമാശ രൂപേണ സിനിമാ സെറ്റിലെ ഓർമ്മകൾ പങ്കുവച്ച് സുരേഷ് ഗോപി പറഞ്ഞു. അതിനിടെ കേന്ദ്രമന്ത്രിയായ ശേഷം തുടർച്ചയായി BJPയെ വെട്ടിലാക്കുന്ന നടപടികളാണ് ഇതിനോടകം തന്നെ സുരേഷ് ഗോപി നിന്ന് വരുന്നത്. അനുവാദം കിട്ടിയില്ല എങ്കിലും താൻ സിനിമ ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നു. സിനിമ തന്റെ പാഷനാണ്. സിനിമയില്ലാതെ തനിക്ക് പറ്റില്ല എന്നും അതില്ലെങ്കിൽ താൻ ചത്തുപോകും. സിനിമ ചെയ്യാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 6-ന് ഞാൻ ഇങ്ങ് പോരും. എന്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേർക്ക് ഞാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു കാരവൻ എടുത്തു കൊടുക്കും എന്ന് സുരേഷ് ഗോപി പറയുന്നു. ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്കിൽ എനിക്ക് തൃശ്ശൂർകാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും. എനിക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇപ്പോൾ പക്ഷെ അതിന് പറ്റുന്നില്ല. തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായി കിട്ടാത്തത്. ഞാനിതൊന്നും ആഗ്രഹിച്ചതും മോഹിച്ചതുമല്ല. പക്ഷെ ഒറ്റ ചോദ്യത്തിനു മുന്നിൽ ഞാൻ മുട്ടുകുത്തി. കേരളത്തിലെ ആദ്യ സംഭവമാണ്. രാഷ്ട്രീയ ചരിത്രമാണ്. നിങ്ങളെ ജയിപ്പിച്ചത് ഒരു സമൂഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ്. അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം നൽകാനുണ്ട്. അതാണ് നിങ്ങളുടെ മന്ത്രി കസേര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നതാണ്. എന്റെ നേതാക്കളെ എന്നും ഞാൻ അനുസരിക്കും. പക്ഷെ സിനിമ എന്റെ പാഷനാണ്. അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപിയും BJP സംസ്ഥാന നേതൃത്വം അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല. കൂടിയാലോചന ഇല്ലാതെയുള്ള സുരേഷ് ഗോപിയുടെ പല നിലപാടുകളും സംസ്ഥാന നേതൃത്വത്തിന്റെ അതൃപ്തിക്ക് കാരണമായി തീർന്നു. ഇതിനിടെയാണ് തുടർച്ചയായി നടത്തുന്ന വിവാദ പ്രസ്താവനകൾ.